കഴിഞ്ഞ 12 വർഷമായി ഞാൻ പ്രാങ്ക് കോൾ ചെയ്യാറുണ്ട്. ഇതിനിടയിൽ എത്ര പ്രാങ്ക് കോൾസ് എന്റേതായിട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല. നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ 2 വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ. ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്റെ അറിവിലില്ല. യാതൊരുവിധ ഉപകാരവുമില്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. ഹലോ, നമസ്കാരം, വണക്കം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് RJ അഞ്ജലിയുടെ പ്രാങ്ക് കോൾ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെ ചൂട് പിടിച്ച ഒരു ചർച്ചാ വിഷയമായിട്ട് അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിൽ ധാരാളം പേര് ആ വീഡിയോ കണ്ടു കാണും. ഞാൻ ചിന്തിക്കുന്നത് പക്ഷേ ഒരു കാര്യമാണ്, അതായത് പറഞ്ഞതോ പറഞ്ഞോ ഇതൊക്കെ എങ്ങനെയാണ് ഇവർക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നത്? സ്വന്തം പാരൻസും ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ മുഖത്ത് ഇവരൊക്കെ എങ്ങനെ നോക്കും? ഇനി ഇത്രയ്ക്ക് തരം താണു പോകാനായിട്ട് എങ്ങനെ സാധിക്കുന്നു? പ്രാങ്കൊക്കെ ശരി, പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയില്ലേ? ഇത്രയും വിവരമുള്ളവർ ഇങ്ങനെ വിവരക്കേട് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാനായിട്ട് പറ്റില്ല. ഈ RJ അഞ്ജലിയുടെ കൂടെ ഒരു സുഹൃത്തും ഉണ്ട്. അവർ രണ്ടുപേരും കൂടിയാണ് ഈ മെഹന്തി ആർട്ടിസ്റ്റിനെ പ്രാങ്ക് കോൾ ചെയ്തത്. ഈ സംഭവം ഇനിയും ആവർത്തിക്കുവാനായിട്ട് താല്പര്യമില്ല. നിങ്ങളിൽ ധാരാളം പേര് ഇത് അറിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാം. എത്ര മീൻസ് രണ്ട് കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ എൽബോ അതിന് സെപ്പറേറ്റ് ആവും. നമ്മൾ ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ ഡിസൈൻ അനുസരിച്ച്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ട് തരുമോ? എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? അപ്പോൾ ഈ വീഡിയോയുടെ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടു കാണും. ഇത്രയും തരം താഴുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഇവർ മെഹന്തി ആർട്ടിസ്റ്റിനോട് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടുവല്ലോ. വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരൊക്കെ യാതൊരു ഉളുപ്പമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേക്കും ഇതിനൊക്കെ എന്ത് പറയാനാണ്? ഈ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഫോൺ കട്ട് ചെയ്തിട്ട് പോയി. ഇതിനുശേഷം RJ അഞ്ജലി ക്ഷമ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം, ഞാൻ RJ അഞ്ജലി. ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കാരണം, ഇതിൽ വന്ന പ്രതിഷേധം കാരണം എന്റെ RJ പണി പോയി. അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ. ഞാൻ കഴിഞ്ഞ 12 വർഷമായി വർക്ക് ചെയ്തിരുന്ന FM സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു. ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്ക് കോൾ ചെയ്യുന്ന RJ ആണ്. ഈ ആരോപണം തെറ്റാണ്. കഴിഞ്ഞ 12 വർഷമായി ഞാൻ പ്രാങ്ക് കോൾ ചെയ്യാറുണ്ട്. ഇതിനിടയിൽ എത്ര പ്രാങ്ക് കോൾസ് എന്റേതായിട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല. നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ 2 വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ. ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സംഭവം പ്രശ്നമായെന്നറിഞ്ഞപ്പോഴാണ് മാപ്പും പറഞ്ഞ് വന്നിരിക്കുന്നത്. ശരിയായിരുന്ന വീഡിയോ തന്നെയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം. ഞാൻ RJ അഞ്ജലി. എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ്. എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയെന്നത് മീശ മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ്. അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ച മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവുമില്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല, ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് ഡിറ്റിയോ. യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിലെ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും. ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ്. തെറ്റ് ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. ഇവർക്കൊക്കെ ഇപ്പോൾ സ്കൂളിലും മറ്റും പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ കാര്യം ഓർക്കാൻ പോലും വയ്യ. കൂടെ പഠിക്കുന്നവരുടെ മുഖത്തിലോട്ടൊക്കെ ഇവർ എങ്ങനെ ഈ കുട്ടികൾ നോക്കും? അറിവുള്ള വ്യക്തി ഒരിക്കലും ഇത്ര തരം താഴില്ല. ഇവിടെ ജീവിക്കാൻ എല്ലാവർക്കും അനുവാദമുണ്ട്, പക്ഷേ സഹജീവികളോടുള്ള കരുണയും പ്രധാനമാണ്. വകുപ്പിലേക്ക് സ്വാഗതം.
ഹലോ ഹലോ വിശ്വ, ബൈക്കൊക്കെ ഉണ്ടോ? ബൈക്കുണ്ട്, ഉണ്ട്, കാറുണ്ട്. ഓടിക്കാറുണ്ടോ അതോ? ഓടിക്കാറുണ്ട്, പക്ഷെ റെഗുലറല്ല. നമ്മൾ വീടിന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്കെങ്കിലും ഓടിക്കാറുണ്ടല്ലോ. പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത്? അപ്പാർട്ട്മെന്റിൽ പാർക്കിംഗ് തന്നിടത്താണ് നമ്മൾ. അല്ല, വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം. കുണ്ടി ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. കുണ്ടിയില്ലേ, അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചിലപ്പോൾ ഫ്രൈ ആയി പോകും. ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലേ സൂക്ഷിക്കേണ്ട. ഓ, എനിക്കിതാരെന്ന് മനസ്സിലായി. പാവം മെഹന്തി ആർട്ടിസ്റ്റ് ഇക്കാലത്ത് ഒരു ജോലി അത് എന്തു തന്നെയായാലും അതിന് അതിൻ്റേതായിട്ടുള്ളൊരു വിലയുണ്ട്. എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് ഒരു നിലനിൽപ്പിലേക്ക് വേണ്ടി പല ജോലികളും ചെയ്യുന്നു. അവർ ആ ജോലിയിൽ ഒരു നല്ലൊരു സ്ഥാനത്തെത്തുന്നതുമൊക്കെ മെഹന്തി ആർട്ടിസ്റ്റിൻ്റെ അന്നമാണ് അവരുടെ തൊഴിൽ. പ്രാങ്ക് എന്നൊക്കെ പറഞ്ഞത് ഈ കാണിക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു പ്രവൃത്തിയല്ല. ആ ആർട്ടിസ്റ്റ് ഡീസൻ്റായ ഒരു വ്യക്തി ആയതുകൊണ്ട് കോള് കട്ട് ചെയ്തു. ഓരോരുത്തരും ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങളിലും പല പ്രവൃത്തികൾക്കും ഇടയിലൊക്കെ ഇരിക്കുമ്പോഴേക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇതിനിടയ്ക്ക് ഇവരുടെയൊക്കെ ഓരോ പരിധി വിടുന്ന ലജ്ജ തീരെയില്ലാത്ത ഇത്തരം പ്രാങ്ക് കോൾസൊക്കെ ചെയ്യാനായിട്ട് ഇവർക്ക് എങ്ങനെ മനസ്സ് വരുന്നു? ഇത് ആവർത്തിച്ച് പറയുവാൻ തന്നെ നാണക്കേട് തോന്നുന്നു. പറയുന്നത് എന്തോ ഒരു വൃത്തികേടാണ്. ഇതൊക്കെയാണ് ഈ പ്രാങ്ക് എന്ന് പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുവാനായിട്ട് അത്ര അധപതിച്ചു പോയെന്ന് ഇവർ കരുതുന്നുണ്ടോ? സഭ്യം ഏതാണ് അസഭ്യം ഏതാണ് എന്നറിയാത്തത് വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ആർട്ടിസ്റ്റിനെ എന്തും വിളിച്ച് പറയാമോ? അവരെ ഒരുപോലെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് ഇവർ ഈ സംസാരിക്കുന്നത്. പിന്നെ ഈ മാപ്പ് പറയുന്നതൊക്കെ ജെന്യുവിൻ ആണോ എന്ന് കാണുമ്പോൾ തന്നെ സംശയം തോന്നുന്നുണ്ട്. കാരണം ചെയ്യുന്നതൊക്കെ ചെയ്തു, ഇനി പ്രശ്നമാകുമെന്ന് കണ്ടപ്പോഴേക്കും ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡയലോഗ് പോലെയാണ് ഈ മാപ്പ് പറച്ചിലും കാര്യങ്ങളുമൊക്കെ കണ്ടിട്ട് തോന്നുന്നത്. പിന്നെ അഞ്ജലി പറയുന്ന വേറൊരു കാര്യമുണ്ട്. സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സേവനങ്ങൾ ചെയ്തു, പാവപ്പെട്ടവരെ സഹായിച്ചു എന്നൊക്കെ. അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തീർച്ചയായിട്ടും വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഇതുപോലെയുള്ള ഒരു ഇത് ചെയ്ത് ലജ്ജാഹീനമായിട്ട് പ്രവൃത്തികൾ ചെയ്യുന്നതിനെ അത് വെച്ചിട്ട് ന്യായീകരിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ എന്തായാലും മെഹന്തി ആർട്ടിസ്റ്റ് വന്നിട്ട് ഇവർക്കെതിരെ നിയമപരമായിട്ട് നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ എന്തൊക്കെയായാലും സംഭവിച്ചു. ഇനി ഇവർ ഇതുപോലെയുള്ള ചീപ്പായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോഴേക്കും അതൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമൊക്കെ മറ്റുള്ളവരുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും അവരുമായിട്ടൊക്കെ ഇടപെടുമ്പോഴേക്കും അവരോടെങ്കിലും ഒരല്പം ദയവ് കാണിക്കുന്ന രീതിയിലുള്ള പ്രാങ്കൊക്കെ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. അപ്പോൾ ഈ ഒരു വിഷയം ധാരാളം പേര് റിയാക്ട് ചെയ്ത് കണ്ടിരുന്നു. അപ്പോൾ ഇതൊരുപാട് റിയാക്ഷൻ വീഡിയോസൊക്കെ വന്നതിൽ നിന്നും സംഗതി ആകെ കുഴഞ്ഞു പ്രശ്നത്തിലായപ്പോഴാണ് ഇവർ ഒരു പേരിനെങ്കിലും വന്നിട്ടൊരു മാപ്പ് പറയുന്ന വീഡിയോസും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നത്. അപ്പോൾ ഇനി മുമ്പോട്ട് പോകുമ്പോഴേക്കും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്ത് കാണിച്ചു കൂട്ടാനും ഉള്ളൊരു ലൈസൻസായിട്ട് ഇങ്ങനത്തെ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ട്. മറ്റുള്ളവരെ ഇതുപോലെ വിളിച്ച് അവരെ ഹേർട്ട് ചെയ്യുക, അവരെ കളിയാക്കുന്ന രീതിയിലുള്ള പ്രാങ്കുകളൊക്കെ ചെയ്യുക. ഇതിൽ നിന്നൊക്കെ ഇവർക്ക് എന്ത് നേട്ടമാണ്, ഇല്ല എന്ത് സന്തോഷമാണ് കിട്ടുന്നത് എന്നുള്ളത് ഇനിയും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ ഒരു സംഭവം അടുത്തിടെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ള മാപ്പ് പറച്ചിലും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വേറെ ഒരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം. അതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.